ഒരിക്കലും ഞാനിപ്പം ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു ഫോൺ കൂട്ടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ കൈവച്ചൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ റെയിൻബോ കളറാണ് ആവാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ വെള്ള കളറാണ് വന്നേക്കുന്നത്, കാരണം അത് കുറച്ച് ഫെവിക്കോൾ ഒഴിച്ചാണ്. ഞാൻ എൻ്റെ പെന്നൊന്ന് എടുത്തിട്ട് വരാം. നമുക്ക് വെറുതെ ഒന്ന് ക്ലിയർ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ഞെക്കുമ്പോഴും വരത്തില്ല. പക്ഷേ ഇത് നമ്മൾ ഓണാക്കിയതിന് ശേഷം ഇത് പേനയാണിത്. ഇതും ആവശ്യമുണ്ടെന്നില്ല. നമുക്ക് കൈവച്ചാണ് തുടയ്ക്കേണ്ടത്. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കൈ വെച്ച് ഇങ്ങനൊന്ന് പ്രസ് ചെയ്തോ ഞാൻ ഇങ്ങനെ വല്ലതും വരച്ചാൽ കറക്റ്റായിട്ട് വരും കേട്ടോ. എന്നിട്ട് നമ്മളിതുണ്ട് ഇങ്ങനൊന്ന് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ലുക്ക് വരും. എന്നിട്ട് നമ്മൾ ഈ ഒരു കൈ ഇവിടെ ഉള്ള ബാക്കി പെയിൻറ്റ് കുറച്ച് സൈഡിലോട്ട് വെക്കണമെന്നില്ല, അത് ബാക്കി വരും. അപ്പം കുറച്ചും കൂടെ കൂടുതൽ ആവശ്യമില്ല. കുറച്ച് പെയിൻറ്റ് ഒഴിച്ചിട്ട് അതിന് ശേഷം കുറച്ച് കൂടുതൽ ഫെവിക്കോളും കൂടെ ചെയ്താൽ ക്ലിയറാവും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു പ്രത്യേകതയുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. ഞാൻ ഇപ്പം നിങ്ങൾ ആയതുകൊണ്ട് ഞാൻ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതിനൊന്ന് ഇൻസ്ട്രക്ഷൻ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഇതെടുത്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ ഒരു പേപ്പർ മീൻസ് ഒരു പ്ലാസ്റ്റിക് പേപ്പർ കൂട്ട് തന്നെ ഇങ്ങനത്തെ ഒരു പേപ്പർ തുറക്കാനോ അടയ്ക്കാനും പറ്റുന്നതാണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ തുറക്കാനോ അടയ്ക്കാനോ ഇങ്ങനെ പറ്റുന്ന ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ഫുൾ ബ്ലാക്ക് പെയിൻറ്റും പിന്നെ അതുപോലെ തന്നെ ഫെവിക്കോളും കൂടി ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങ് മിക്സ് ആയിക്കോളും. ഇപ്പോൾ കണ്ടോ, ഇവിടുന്ന് ഫെവിക്കോൾ കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ ഫെവിക്കോൾ കാണാത്ത രീതിയിലൊന്ന് ചെയ്യണം. ഇപ്പോൾ കുറഞ്ഞായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ചെയ്തത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പം തന്നെ കാണുമ്പോൾ ഒരു ഗ്ലോ ഷൈനുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ബാക്കിലും അങ്ങനെ തന്നെ കാണണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു സാധനം ഒട്ടിച്ചാണ്, അത് ലാസ്റ്റ് പറയാം. പിന്നെ ഒരു പേപ്പർ മീൻസ് ഞാനൊന്ന് കാണിച്ച് തരാം. ഇവിടെ ഒരു ഇങ്ങനെ വരയുള്ളൊരു പേപ്പർ എടുക്കാം. ഇങ്ങനെ വരയുള്ള അത്രയുള്ളൊരു പേപ്പർ എടുത്തതിന് ശേഷം ഇതൊന്ന് അതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഈ കവറ് മീൻസ് ഒരു പ്ലാസ്റ്റിക് കൂട്ടത്തെ ഒരു കവറ് അതിനകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത പേപ്പർ എടുത്ത് ഒന്ന് കറക്റ്റ് രീതിയിൽ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഒരു സ്ക്വയർ ഇതിൻ്റെ പകുതി ഭാഗം ഇങ്ങനൊന്ന് വരച്ചതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഇത് തന്നെ വരും. എന്നിട്ട് ഇതിനകത്ത് പെയിൻറ്റ് ഒഴിച്ചതിന് ശേഷം ഉള്ളതാണ് പറയുന്നത്. ഇതിന് ശേഷം ഇങ്ങോട്ട് ഒട്ടിക്കണ്ട, നമ്മളിങ്ങനെ ഒന്ന് വെക്കുമ്പോൾ കറക്റ്റാണ്. ഇതിൻ്റെ അകത്ത് മാത്രം കുറച്ച് ബ്ലാക്ക്, പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം ഫുള്ള് ഈ കവർ ഫുള്ള് കാണാൻ പാടില്ല. ഇതിൻ്റെ ഈ ഒരു ഭാഗവും കാണാൻ പാടുള്ളൂ. മീൻസ് ഈ ഇത്രയുള്ളൊരു ഭാഗമേ കാണാൻ പാടുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി രണ്ട് ടേപ്പ് താണ്ട ഇവിടുന്ന് ആദ്യം ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ ഒരു പകുതി ഭാഗം ഈ ടേപ്പിൻ്റെ പകുതി ഭാഗം കീഴെയൊന്നും ആവശ്യമില്ല, പകുതി ഭാഗം ഇങ്ങനെ വെച്ചതിന് ശേഷം അപ്പുറത്തോട്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇത് കറക്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ ചെയ്തതിന് ശേഷം നമുക്ക് വരച്ച് നമ്മൾ ഇവിടെ ഒരു ബട്ടൺ കൂട്ടൊന്ന് കൊടുത്തതിന് നമ്മൾ സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ട് ക്ലിയർ വെറുതെ ഒന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും കേട്ടോ. ഇത് മറ്റേ വൈറ്റ്നർ ആദ്യം എടുത്തതിന് ശേഷം പിങ്കോ വൃത്തിയുണ്ട്. പക്ഷേ ഇത് പെട്ടെന്നൊന്ന് ടേപ്പ് കുറച്ച് കുറഞ്ഞു പോയതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നല്ലതായിട്ട് വരയ്ക്കായിരുന്നു. ഇപ്പോൾ ഇത് വെച്ച് ആവശ്യമില്ല, നമുക്ക് കൈ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ആരും തന്നെ ഇതിനകത്ത് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിനകത്ത് ആരും തന്നെ നമ്മൾ ഇതൊന്നെടുത്തതിന് ശേഷം ഈ വൈറ്റ്നർ എടുത്തതിന് ശേഷം ഒരു പിങ്കോ മഞ്ഞയോ ഇഷ്ടമുള്ള ഒരു കളർ പേപ്പർ വെച്ച്, ബ്ലാക്ക് വേണമെന്നില്ല, ബ്ലാക്ക് ആവശ്യമില്ല, കാരണം അത് തന്നെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല.
പറ്റത്തില്ലെന്നല്ല, ആവശ്യമില്ല. അപ്പം എന്നിട്ട് ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട്, ബാക്കിയുള്ള ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ടേപ്പ് വെച്ച് ഒന്ന് ഒട്ടിക്കണം. ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യണം. റോൾ ചെയ്യുമ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിച്ച് പോകും. അതിന് ശേഷം ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുന്നൊന്നും നോക്കാം. കണ്ടോ, എക്സെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മായ്ക്കാം. കണ്ടോ, ഇത് മായ്ച്ച്, കണ്ടോ മായ്ച്ചത് കണ്ടോ ഗൈസ്. അടുത്തത് നമുക്ക് ചെയ്യാം. ഗൈസ് അപ്പോൾ ഫുൾ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.